അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫിഖിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള അൽ ഖിസാസു വദ്ദിയത്തു എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എന്താണ് ഖിസാസ്, എന്താണ് ദിയത്ത് എന്നാണ് കൃത്യമായിട്ട് ഈ ഒരു പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അൽ ഖിസാസു പ്രതിക്രിയ എന്നൊക്കെ പറയും. അഥവാ ഒരാൾ അതിക്രമപരമായിട്ട് എന്തെങ്കിലും ചെയ്താൽ തിരിച്ച് അതേപോലെ അയാളോട് ചെയ്യുക, പ്രതിക്രിയ. ദിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നഷ്ടപരിഹാരം എന്നാണ് അതിൻ്റെ അർത്ഥം. ഖിസാസും ദിയത്തും എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പരിചയപ്പെടാം. അൽ ഖിസാസു, ഖിസാസ് എന്നാൽ അൻ യഫ്അല ബിൽ ഫാഇലി മിസ്ല മാ ഫഅല, പ്രവൃത്തി ചെയ്തവൻ അവൻ ചെയ്ത പോലെ ചെയ്യപ്പെടലാണ്. അൻ യഫ്അല ബിൽ ഫാഇലി മിസ്ല മാ ഫഅല, ഒരാൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് അതേപോലെ തിരിച്ച് അവനോടും ചെയ്യലാണ്, അല്ലെങ്കിൽ ആ പ്രവൃത്തി അതേപോലെ അവൻ്റെ മേൽ ചെയ്യപ്പെടലാണ് ഖിസാസ് എന്ന് പറഞ്ഞാൽ. ഇന്നമാ ശുരി അൽ ഖിസാസു, നിശ്ചയമായും ഖിസാസ് നിയമമാക്കപ്പെട്ടു. ഹിഫ്ലൻ ലിൻ നുഫൂസി, ശരീരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി. ലി അന്നൽ ജാനി, കാരണം കുറ്റവാളി. ഇതാ അലിമ, അവൻ അറിഞ്ഞാൽ. അന്നഹു ഇതാ ജന, തീർച്ചയായും താൻ കുറ്റം ചെയ്തു എന്ന് അവൻ അറിഞ്ഞാൽ. യഖ്തസ്സു മിൻഹു, അവനെ പ്രതികാരം ചെയ്യപ്പെടുമെന്നും അവൻ അറിഞ്ഞാൽ. ഇൻകഫ അനിൽ ജിനായത്തി, ആ കുറ്റത്തിൽ നിന്ന് അവൻ വിട്ടുനിൽക്കും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്ലാം ഖിസാസ് എന്ന് പറയുന്ന, പ്രതിക്രിയ എന്ന് പറയുന്ന ഒരു കാര്യം ഹുക്കുമിൽ കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇസ്ലാമിക നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്? ഇന്നമാ ശുരിയൽ ഖിസാസു ഇഫ്ലൻ ലിൻ നുഫൂസി ലിഅന്നൽ ജാനി ഇദാ അലിമ അന്നഹു ഇദാ ജന യുക്തസ്സു മിൻഹു ഇൻകഫ അനിൽ ജിനായത്തി, അവനിൽ നിന്ന് ഖിസാസ് എടുക്കപ്പെടുമെന്നും അവനിൽ നിന്ന് പ്രതികാരം ചെയ്യപ്പെടുമെന്നും ഒരു കുറ്റവാളി അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ എല്ലാ ശരീരങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും കൃത്യമായിട്ടുള്ള സംരക്ഷണം ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ് ശറഅ ഖിസാസ് എന്ന് പറയപ്പെടുന്ന ഒരു ഇസ്ലാമിക ഹുക്ം, അല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ടുള്ള ഒരു നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലക്കും ഫിൽ ഖിസാസി ഹയാത്തും, നിങ്ങൾക്ക് ഖിസാസിൽ ജീവിതമുണ്ട്. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ. അർക്കാനുൽ ഖിസാസി സലാസത്തുൻ, ഖിസാസിൻ്റെ റുക്കുനുകൾ മൂന്നാണ്. ഖത്ല്, കൊല്ലൽ. വ ഖാതിലുൻ, കൊന്നവൻ. വ ഖതീലുൻ, കൊല്ലപ്പെട്ടവൻ. ഈ മൂന്ന് റുക്കുനുകളില്ലാതെ ഖിസാസ് ഉണ്ടാവുകയില്ല. ഒന്നൊരു കൊലപാതകം നടക്കണം, കൊന്ന ആളും വേണം, കൊല്ലപ്പെട്ട ആളും വേണം, എങ്കിൽ മാത്രമേ അവിടെ ഖിസാസ് ഉണ്ടാവും. ഖിസാസിൻ്റെ മൂന്ന് റുക്കുനുകളാണ്. ഒന്ന് ഖത്ല്, രണ്ടാമത്തേത് ഖാതില്, മൂന്നാമത്തേത് ഖതീല്. വ ശുരിത ഫിൽ ഖത്ലി, കൊലപാതകത്തിൽ ഷർത്താക്കപ്പെട്ടു. കൗനു അംദം വ ലുൽമൻ, അത് മനഃപൂർവവും അക്രമവുമാവൽ. അക്രമപരമായി മനഃപൂർവമുള്ള കൊലപാതകമാകൽ ഷർത്താക്കപ്പെട്ടു. വ ശുരിത ഫിൽ ഖാതിലി, കൊല്ലുന്നവനിൽ ഷർത്താക്കപ്പെട്ടു. തക്ലീഫും വ മുകാഫഅത്തുൻ, പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടാവലും തുല്യതയും. ബി അല്ലാ യഫ്ലല ബിൽ ഇസ്ലാമി ഔ ഹുരിയത്തിൻ, കൊലയാളി ഇസ്ലാം കൊണ്ടോ സ്വാതന്ത്ര്യം കൊണ്ടോ അടിസ്ഥാന മഹിമ കൊണ്ടോ ശ്രേഷ്ഠമാവാതിരിക്കൽ ഷർത്താണ്.
അഥവാ മുക്കാഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി അല്ലാ യഫ്ലല ബിൽ ഇസ്ലാമിൻ ഔ ഹുരിയത്തിൻ, കൊലയാളി ഇസ്ലാം കൊണ്ടോ സ്വാതന്ത്ര്യം കൊണ്ടോ അടിസ്ഥാന മഹിമ കൊണ്ടോ ശ്രേഷ്ഠമാവാതിരിക്കലാണ്. ഫലാ യുക്തലു സബിയുൻ, ഒരു കുട്ടിയും കൊല്ലപ്പെടുകയില്ല. വ മജ്നൂനുൻ, ഭ്രാന്തനും കൊല്ലപ്പെടുകയില്ല. ഹാലൽ കത്തിലി, കൊല്ലുന്ന അവസ്ഥയിൽ. ദി അദമി തക്ലീഫി, തക്ലീഫില്ലാത്തതിനു വേണ്ടി. ഇവിടെ പറഞ്ഞത് ഒരു കൊലയാളിയെ ഖിസാസ് എടുക്കണമെങ്കിൽ അയാൾക്ക് തക്ലീഫില്ലെങ്കിൽ, ചെറിയ കുട്ടിയാണ് കൊന്നതെങ്കിൽ കുട്ടിക്ക് അറിയില്ല അത് കൊലപാതകമാണെന്ന് പോലും അറിയില്ല. അല്ലെങ്കിൽ മജ്നൂൻ ഒരു ഭ്രാന്തനാണെങ്കിൽ തിരിച്ച് ഖിസാസ് എടുക്കാൻ ചെല്ലുമ്പോൾ ഈ ഭ്രാന്തനായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ കൊല നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊലപാതകം നടക്കുന്ന സമയത്ത് ഈ വ്യക്തിയുടെ തക്ലീഫ്, അത് അയാൾ ബുദ്ധിയുള്ള ആളാണോ, പ്രായപൂർത്തിയും ബുദ്ധിയും ഒക്കെ ഉള്ള ആളാണോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കപ്പെടണം. അല്ലാത്ത രീതിയിൽ ഖിസാസ് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഷർത്ത് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞത് കൊലപാതകത്തിലുള്ള ഷർത്ത് മനഃപൂർവ്വം അക്രമപരമായിട്ടുള്ള കൊലപാതകമായിരിക്കണം. കൊലയാളിയിലുള്ള ഷർത്ത് തക്ലീഫും മുക്കാഫത്തും ആണ്. വലാ യുക്തലു മുസ്ലിമും ബി കാഫിറിൻ, കാഫിറിന് പകരം മുസ്ലിമിനെ കൊല്ലപ്പെടുകയില്ല. വലാ ഹുറും ബി റക്കീക്കിൻ, അടിമക്ക് പകരം സ്വതന്ത്രനെയും കൊല്ലുകയില്ല. വലാ യുക്തലു അസ്ലും ബി ഫറൈൻ, കുട്ടിക്ക് പകരം മാതാപിതാക്കളെയും കൊല്ലപ്പെടുകയില്ല. ഈ അദമിൽ മുക്കാഫത്തി, തുല്യതയില്ലാത്തതിനാൽ. വയുക്തലു ഫർഉം ബി അസ്ലിം, മാതാപിതാക്കൾക്ക് പകരമായി മക്കൾ കൊല്ലപ്പെടും. വയുക്തലു ജമ്മും ബി വാഹിദിൻ, ഒരാൾക്ക് പകരം ഒരു കൂട്ടം ആളുകൾ കൊല്ലപ്പെടും. വഫിൽ ഹദീസി, ഹദീസിലുണ്ട് ഇന്ന ഉമർ റളിയല്ലാഹു അൻഹു, തീർച്ചയായും ഉമർ റളിയല്ലാഹു അൻഹു ഖതല ഖംസതൻ ഔ സബ്അതൻ, 5 or 7 ആളുകളെ കൊന്നു. ഖതലു റജുലൻ, അവർ ഒരു വ്യക്തിയെ കൊന്നതിൻ്റെ പേരിൽ. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കൂട്ടത്തെ കൊല്ലാം. അതുപോലെ തന്നെ ഒരു മകന് മാതാപിതാക്കളെ കൊന്നാൽ മക്കളെ എന്ത് ചെയ്യും? കൊല്ലപ്പെടും. ഇവിടെ അപ്പോൾ വ്യക്തമാക്കുന്നത് ഒരു മുസ്ലിമിന് പകരം കാഫിറിനെ, അല്ലെങ്കിൽ ഒരു കാഫിറിന് പകരം മുസ്ലിം കൊല്ലപ്പെടുകയില്ല. അതുപോലെ തന്നെ ഒരു അടിമക്ക് പകരം സ്വതന്ത്രനെയും കൊല്ലുകയില്ല. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് പകരം മാതാപിതാക്കളും കൊല്ലപ്പെടുകയില്ല. അവർ തമ്മിൽ ഒരു തുല്യത ഇല്ലാത്തതിനാൽ. എന്നാൽ ഒരു മാതാപിതാക്കളെ കൊന്നത് കാരണത്താൽ മാതാപിതാക്കൾക്ക് പകരമായിട്ട് മക്കൾ കൊല്ലപ്പെടും. അതുപോലെ തന്നെ വയുക്തൽ ജമ്മും വിവാഹിദിൻ, ഒരാൾക്ക് പകരമായിട്ട് ഒരു കൂട്ടം ആളുകൾ കൊല്ലപ്പെടും. അതിനുള്ള ഉദാഹരണമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുറിച്ചുള്ള ഈ ഹദീസിലൂടെ ഇവിടെ വ്യക്തമാക്കിയത്. വശുരിത ബിൽ ഖതീലി, കൊല്ലപ്പെട്ടവനിൽ ഷർത്താക്കപ്പെട്ടു. ഇസ്മത്തുൻ, ജീവൻ സംരക്ഷിക്കപ്പെടാൻ അർഹനാവൽ. ബി ഈമാൻ, ഇസ്മത്തും ബി ഈമാൻ, ഈമാൻ കൊണ്ട് അവൻ്റെ ജീവൻ സംരക്ഷിക്കപ്പെടാനുള്ള അർഹതയുണ്ടാകൽ. യഹ്ഫൽ ദമു, അവൻ്റെ രക്തം സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള അമാൻ, അതിനുള്ള നിർഭയം അവനുണ്ട്. ഫയദുറുൽ അറബി, അപ്പോൾ ഹർബിയായ കാഫിറിനെ രക്തത്തിന് വിലയില്ലാത്തവനായി കണക്കാക്കപ്പെടും. വൽ മുർത്തദ്ദു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനെയും. വസാനി മുസ്നി, വിവാഹിതനായിട്ടുള്ള വ്യഭിചാരിയും. ഇതാ ഖതലഹു മുസ്ലിമുൻ, ഒരു മുസ്ലിം കൊന്നാൽ, ഇവരെ ഒരു മുസ്ലിം കൊന്നാൽ. ലൈസ ബിസാനി മുസ്നി, വിവാഹിതനായ വ്യഭിചാരി അല്ലാത്തവനായ. ഫയഹ്ദുറുൽ അറബി, അപ്പോൾ അറബിയായിട്ടുള്ള കാഫിറിനെ അവൻ്റെ രക്തത്തിന് വിലയില്ലാത്തവനായി കണക്കാക്കപ്പെടുകയും. വൽ മുർത്തദ്, മുർത്തദ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവനെയും. വസാനി മുസ്നി, വിവാഹിതനായ വ്യഭിചാരിയെയും ഒക്കെ കൊല്ലപ്പെടണം. ഇതാ ഖതലഹു മുസ്ലിമുൻ, അവരൊക്കെ ഒരു മുസ്ലിമിനെ കൊന്നാൽ. ലൈസ ബിസാനി മുസ്നി, വിവാഹിതനായ വ്യഭിചാരി അല്ലാത്തവനായ ഒരു മുസ്ലിമിനെ കൊന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ കൊല്ലപ്പെടണം. വ മൂജിബുൽ അംദു, അംദ് നിർബന്ധമാണ്, അംദിനാൽ ഉള്ള കൊലയിൽ അനിവാര്യമാണ്. ഖിസാസുൻ, ഖിസാസ്. വ ഇന്ദ സുകൂത്തിഹി, ഖിസാസ് ഒഴിവാകുന്ന അവസരത്തിൽ. ബിൽ അഫ്വി അൻഹു, ആ ഖിസാസിനെയും തൊട്ട് അഫ് ചെയ്യൽ കൊണ്ട്. ഔ ബി മൗത്തിഹി, അല്ലെങ്കിൽ കാത്തിൽ മരണപ്പെടൽ കൊണ്ട്. തജിബുദ്ദിയത്തു, ദിയത്ത് നിർബന്ധമാകും. ഇല്ലം യൗഫ അനഹൽ മുസ്തഹക്കു, അവകാശികൾ ദിയത്തിനെ തൊട്ട് മാപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ.
ഫലോ അഫ അവകാശികൾ അങ്ങനെ ദിയത്തിനെ തൊട്ട് മാപ്പ് ചെയ്തു കൊടുത്താൽ ഫലാശൈ ആലി അതിൻ്റെ മേൽ ഒന്നും നിർബന്ധമില്ല. വദ്ദിയത്തു മിയത്തു ബഈരിൻ ദിയത്ത് 100 ഒട്ടകമാണ്. വദ്ദിയത്തു മുസല്ലസത്തും ഫിൽ അംദി വശിബിഹി അംദിലും ഷിബ് അംദിലും നഷ്ടപരിഹാരം 3 വിഭാഗമായി നൽകണം. സലാസൂന ഹിക്കത്തും 30 ഹിക്കകൾ. വയമാലഹ സലാസു സിനീന അത് 3 വയസ്സുള്ള ഒട്ടകങ്ങളാണ്. വസലാസൂന ജസ്അത്തൻ 30 ജസ്അകൾ. വയമാലഹ അർബ സിനീന 4 വയസ്സുള്ളതാകുന്നു. വർബഊന ഖൽഫത്തൻ 40 ഖലിഫുകൾ അഥവാ ഹാമിൽ അതായ ഗർഭിണികളായിട്ടുള്ള ഒട്ടകങ്ങളാണ്. വ മുഹമ്മസത്തും ഫിൽ ഖതഇ ഖതയിൽ 5 ഇനമായി നൽകണം. മിൻ ബനാത്തി മഖാദിൻ യമാലഹ സനത്തുൻ വദഖലത്ത് ഫിസാനിയ 2ാം വയസ്സിലേക്ക് പ്രവേശിച്ച 1 വയസ്സുള്ള ബിന്തു മഖാദിൽ നിന്നും അഥവാ പെൺ ഒട്ടകത്തിൽ നിന്നും. വ ബനാത്തു ലബുനി യമാലഹ സനത്താനി വദഖലത്ത് ഫിസാലിസ 3ാം വയസ്സിൽ പ്രവേശിച്ച 2 വയസ്സുള്ള ബിന്തു ലബൂനിൽ നിന്ന് അഥവാ പെണ്ണൊട്ടകാണ്. വ ബനി ലബൂനിൻ 3ാം വയസ്സിൽ പ്രവേശിച്ച 2 വയസ്സുള്ള ബനു ലബൂനിൽ നിന്നും അത് ആൺ ഒട്ടകമാണ്. വഹിക്കാക്കി 3 വയസ്സ് പൂർത്തിയായതിൽ നിന്നും. വജിദായി 4 വയസ്സ് പൂർത്തിയായതിൽ നിന്നും. മിൻകുല്ലി മിൻഹ ഇശ്റൂന ഈ 5 വിഭാഗത്തിൽ ഓരോന്നിൽ നിന്നും 20 എണ്ണം നൽകണം. ഇല്ല ഇൻ വക്കൽ ഖതഉ ഫി ഹറമി മക്ക ഹറമിൽ ഖത സംഭവിച്ചാലൊഴികെ. ഔ ഫി അശ്ഹരിൽ ഉറും അല്ലെങ്കിൽ യുദ്ധം ഹറാമായ മാസത്തിൽ. ഔ മഹ്റമി റഹ്മിൻ ക ഉമ്മിൻ വ ഉഖ്തിൻ അല്ലെങ്കിൽ ഉമ്മ സഹോദരിമാരെ പോലെ കുടുംബബന്ധം വഴി വിവാഹം ഹറാമായവരും കൊന്നാൽ ഒഴികെ. മുസല്ലസത്തുൻ അപ്പോൾ ഈ 3 സ്ഥലത്തും 3 ഇനമായി നൽകണം. വദിയത്തുൽ അംദി അല ജാനി മുഅജ്ജലത്തിൻ മനഃപൂർവം ചെയ്തതിൻ്റെ നഷ്ടപരിഹാരം കുറ്റവാളിയുടെ മേൽ വേഗത്തിൽ നൽകൽ നിർബന്ധമാണ്. വദിയത്തു ഷിബിൽ അംദി വൽ ഖതഇ അല ആഖിലത്തിൽ ജാനി മുഅജ്ജലതൻ ബിസലാസി സിനീന മനഃപൂർവ സാദൃശ്യത്തിൻ്റെയും അബദ്ധമായി ചെയ്തതിൻ്റെയും നഷ്ടപരിഹാരം 3 വർഷത്തെ സാവകാശത്തിൽ കുടുംബത്തിൻ്റെ മേലാകുന്നു ബാധ്യത. ഇവർ അല്ലാത്തവരെ കൊണ്ടും പൂർത്തിയായിട്ടില്ലെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്ന് പൂർത്തീകരിക്കപ്പെടും. ഫൈലം എൻതളിമ ബൈത്തുൽ മാലി ഫബാക്കി ദിയതി അലൽ ജാനി വ്യവസ്ഥാപിതമല്ലെങ്കിൽ അവശേഷിക്കുന്ന നഷ്ടപരിഹാരം കുറ്റവാളികളുടെ മേൽ ബാധ്യതയാണ്. വലൗ ഉദിമത് ഇബിലും ഫൽ വാജിബ് കീമത്ത് ഒട്ടകം ഇല്ലാതായാൽ അപ്പോൾ അതിൻ്റെ വിലയാണ് നിർബന്ധമാവുക. യസ്ബുത്തുൽ ഖിസാസു ലി വറസത്തിൽ മഖ്തൂലി കൊല്ലപ്പെട്ടവൻ്റെ അനന്തരാവകാശികൾക്ക് ഖിസാസ് സ്ഥിരപ്പെടുന്നതാണ്. അൽ ഖിസാസു മാവുക ഖിസാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഖിസാസു അൻ യഫ്അല ബിൽ ഫായിലി മിസ്ല മാ ഫഅല ഖിസാസ് എന്നാൽ പ്രവൃത്തി ചെയ്തവൻ അവൻ ചെയ്ത പോലെ ചെയ്യപ്പെടലാണ്. അർക്കാനുൽ ഖിസാസി കംഹിയ വ മാഹിയ പ്രതിക്രിയയുടെ ഘടകങ്ങൾ എത്രയാവ? സലാസത്തുൻ ഖത്ലുൻ ഖാതിലുൻ ഖതീലുൻ സലാസത്തുൻ ഖത്ലുൻ ഖാതിലുൻ ഖതീലുൻ 3 ആകുന്നു. കൊല്ലൽ കൊന്നവൻ കൊല്ലപ്പെടുന്നവൻ. മാതാ യുഷ്തർത്തു ഫിൽ ഖത്ലി കൊലയിൽ എന്താണ് ഷർത്താക്കപ്പെടുക? കൗനു അംദം വ ദുൽമ അത് മനഃപൂർവവും അക്രമവും ആവൽ. മാതാ യുഷ്തർത്തു ഫിൽ ഖാതിലി കൊലയാളിയിലുള്ള ഷർത്ത് എന്താണ്? ശുരിത ഫിൽ ഖാതിലി തക്ലീഫും വ മുകാഫത്തും ബിഅല്ലാ യഫ്ളല ബി ഇസ്ലാമിൻ ഔ ഹുരിയത്തി ഔ അസാലത്തിൻ. മാതാ യുഷ്തർത്തു ഫിൽ ഖതീലി കൊല്ലപ്പെട്ടവനിലുള്ള ഷർത്ത് എന്താണ്? വശുരിത ഫിൽ ഖതീലി ഇസ്മത്തും ബി ഇമാനിൻ ഔ അമാനി യഫ്ളു ദമഹു മൂജിബിൽ അംദുമാവുക അംദിന് നിർബന്ധമാക്കപ്പെടുന്നത് എന്ത്? മൂജിബുൽ അംദ് ഖിസാസ്. മാതാ യജിബ് ഇന്ദ സുകൂത്തിൽ ഖിസാസി ഖിസാസ് ഇല്ലാതായാൽ എന്ത് നിർബന്ധമാകും? തജിബു ദിയത്തു. ബിമ യസ്കുത്തുൽ ഖിസാസു ഖിസാസ് എന്തുകൊണ്ടില്ലാതാകും? ഇന്ദ സുകൂത്തി ബിൽ അഫ്യാനു ബിമൗത്തിഹി. അദ്ദിയത്തുമായ എന്താണ് നഷ്ടപരിഹാരം? അദ്ദിയത്തു മിഅത്തു ബഈർ ദിയത്തുൽ ഖതഇ തകൂനു മുസല്ലസതൻ മത്ത അബദ്ധത്തിൻ്റെ നഷ്ടപരിഹാരം 3
എണ്ണമാകും. എപ്പോൾ? ഇൻ വഖഅൽ ഖതഉ ഫീ ഹറമി മക്ക ഔ ഫീ അശ്ഹുരിൽ ഉറും ഔ മഹ്റമി റഹ്മിൻ ക ഉമ്മിൻ വ ഉഖ്തിൻ വ മുസല്ലസത്തുൻ. യസ്ബുതുൽ ഖിസാസു ലിമൻ, ഖിസാസ് സ്ഥിരപ്പെടും ആർക്ക്? വയസ്ബുതുൽ ഖിസാസു ലി വറസത്തിൽ മഖ്തൂൽ ബിമാ യുനാസിബ്. ദിയത്തുൽ അംദി മുസല്ലസത്തുൻ, ദിയത്തുൽ ഷിബിൽ അംദി മുസല്ലസത്തുൻ, ദിയത്തുൽ ഖതഇ മുഖമ്മസത്തുൻ, ദിയത്തുൽ അംദി അലൽ ജാനി മുഅജ്ജലതൻ, ദിയത്തുൽ ഷിബുൽ അംദി അലാ ആഖിലത്തിൽ ജാനി മുഅജ്ജലതൻ. ബിന്തു മഖാൽ യുബയ്യിനു. ബിന്തു മഖാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാലാ സനതും വദഖലതു ബിസ്സാനിയ. ബിന്തു ലബുൻ മാലാ സനതാനി വദഖലതു ബിസ്സാനിയ. ഹിക്കത്തുൻ മാലഹാ സലാസു സിനീൻ. ജസാത്ത് മാലാ അർബ സിനീൻ. ശുരിയ നിയമമാക്കപ്പെട്ടു. ഇൻകഫ വിട്ടു നിന്നു. ഉലുൽ അൽബാബ് ബുദ്ധിയുള്ളവ. മുക്കാഫത്ത് കിടയൊക്കൽ തുല്യത. ഹുരിയത്ത് സ്വാതന്ത്ര്യം. റഖീഖ് അടിമ. അസ്ല് മാതാപിതാക്കൾ. ഫർ മക്കൾ. മൂജബ് അനിവാര്യമായത്. അദ്ദിയത്ത് നഷ്ടപരിഹാരം. സുക്കൂത്ത് ഒഴിവാകൽ. ബഈർ ഒട്ടകം. മുസല്ലസത്ത് 3 വിഭാഗമായി. മുഹമ്മസത്ത് 5 വിഭാഗമായി. മുഅജ്ജലത്തുൻ വേഗം. മുഅജ്ജലത്തുൻ സാവകാശം. ഇൻതളമ വ്യവസ്ഥാപിതമായി. വറസത്ത് അനന്തരാവകാശികൾ.